പാപ്പനംകോട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തം ആസൂത്രിത കൊലപാതകമെന്ന് തെളിഞ്ഞത് അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഞെട്ടിക്കുന്നുണ്ട്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ വൈഷ്ണയെ ബിനു എന്ന സുഹൃത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം സ്ഥാപനത്തിന് തീയിട്ട് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആദ്യ ഭർത്താവിൽ നിന്ന് വർഷങ്ങളായി അകന്ന് താമസിക്കുന്ന ഇവർ ഭർത്താവിൻ്റെ തന്നെ സുഹൃത്തായ ബിനുവുമായി താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ഇവർ തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഇവരുടെ ആൺ സുഹൃത്ത് ബിനുവുമാണ് മരിച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടങ്ങളിൽ ഇൻഷുറൻസ് സ്ഥാപനത്തിലെത്തിയ ഏതെങ്കിലും ഉപഭോക്താവായിരിക്കാം വൈഷ്ണയ്ക്കൊപ്പം മരണപ്പെട്ടത് എന്നുള്ള ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു സൂചനയൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം വൈഷ്ണയും ബിനുവും ഒരുമിച്ചായിരുന്നു താമസം. എന്നാൽ കഴിഞ്ഞ 7 മാസമായി ഇവർ അകന്ന് താമസിക്കുകയായിരുന്നു. 4 മാസം മുൻപ് ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പിയും കണ്ടെത്തി. നേമം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. വൈഷ്ണയ്ക്ക് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്ഥാപനത്തിൽ 7 വർഷമായി ജോലി ചെയ്യുന്നുണ്ടെന്നും കൂടുതലൊന്നും അറിയില്ല എന്നുമാണ് സ്ഥാപന ഉടമയായ മണി പ്രതികരിച്ചത്. മരിച്ച രണ്ടാമൻ ബിനുവെന്ന് തെളിയിക്കാനായി DNA പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞു. മരണപ്പെട്ട രണ്ടാമത്തെ വ്യക്തി സ്ത്രീയാണെന്നാണ് ആദ്യഘട്ടത്തിൽ സൂചനയുണ്ടായിരുന്നത്. പിന്നീടുള്ള ശാസ്ത്രീയ പരിശോധനയിൽ പുരുഷനാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. മരിച്ച ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ബിനുവുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇവർ. എന്നാൽ ഇവർ തമ്മിലും ചെറിയ അകൽച്ചയുണ്ടായിരുന്നതായി തെളിഞ്ഞു കഴിഞ്ഞു. 4 മാസം മുൻപാണ് ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായത്. വൈഷ്ണയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന കത്തിയിൽ പക്ഷേ രക്തത്തിന്റെ അംശം കണ്ടെത്തിയിട്ടില്ല. ബിനുവും വൈഷ്ണയുമായി ബന്ധപ്പെട്ടവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വിശദമായ മൊഴികളുടെ അടിസ്ഥാനത്തിലെ സംഭവത്തെക്കുറിച്ച് വ്യക്തത കൈവരികയുള്ളൂ. രണ്ടാമത്തെ മൃതദേഹം ബിനുവിൻ്റെതാണെന്ന് തെളിയിക്കാൻ DNA പരിശോധന നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സമീപത്തെ കെട്ടിടങ്ങളിലെ CCTV ദൃശ്യങ്ങളിൽ തീപിടുത്തമുണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഒരാൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കയറി പോകുന്നത് കാണാം. ഇത് ബിനുവാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് ആളെ തിരിച്ചറിയാനാകുന്നില്ല. കയറിപ്പോയ വ്യക്തി തിരിച്ച് ഇറങ്ങിയിട്ടുമില്ല. ബിനുവിൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. നരുവാമൂട് സ്വദേശിയായ ബിനുവിനെ നാട്ടിൽ പോലീസ് അന്വേഷിച്ചെങ്കിലും ആ സമയത്ത് കണ്ടെത്താനായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് പാപ്പനംകോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്ന് തീ ആളിപ്പടർന്നത്. തീ കെടുത്താൻ പോലും നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വൈഷ്ണയെ തിരിച്ചറിഞ്ഞുവെങ്കിലും രണ്ടാമത്തെ മൃതദേഹം ആരുടേതാണെന്ന് ആദ്യം വ്യക്തമായിരുന്നില്ല. സ്ഥലം പരിശോധിച്ച പോലീസിന് സംശയമായി. ഷോർട്ട് സർക്യൂട്ട് അല്ല അപകട കാരണമെന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയ പോലീസ് വൈഷ്ണയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമായത്. ബിനു മുൻപും സ്ഥാപനത്തിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ബിനു സ്ഥാപനത്തിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന് അതൊഴിച്ച് കത്തിച്ചതാണെന്നും പോലീസ് പറയുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് പാപ്പനംകോടുള്ള സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്ന് പൊട്ടിത്തെറി ശബ്ദത്തോടെ തീ ആളിപ്പടർന്നത്. 2ാം നിലയിലായിരുന്നു സ്ഥാപനം. അതിനാൽ മുകളിലേക്ക് കയറി തീ കെടുത്താൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു ദുരന്തമാണെന്ന് കണ്ടെത്തിയതും 2 പേരുടെ മൃതദേഹം അവിടെ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വീണ്ടെടുത്തതും. വൈഷ്ണയുടെ ആദ്യ ഭർത്താവിനായുള്ള തിരച്ചിൽ പോലീസ് നടത്തുകയാണ്. ഇയാളെ ഫോണിൽ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല. എന്തു തന്നെയായാലും ഒരു സാധാരണ തീപിടുത്തമായി അല്ലെങ്കിൽ AC-യിലെ വാതക ചോർച്ച മൂലമുണ്ടായ ഷോർട്ട് സർക്യൂട്ട് എന്ന തരത്തിൽ ഒതുങ്ങേണ്ട ദുരന്തമാണ് കേരള പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. അതിനുശേഷം പ്രതി തന്നെ സ്ഥാപനത്തിന് തീയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. സമീപകാലത്തുണ്ടായ തീപിടുത്തങ്ങളിൽ പോലും ഇത്തരം ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് എന്തായാലും പാപ്പനംകോട്ടെ തീപിടുത്തത്തിന്റെ ചുരുളഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.